ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു പേപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്രിസ്മസ് ട്രീ ആണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് ഈ പേപ്പർ ഫോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കി പോർഷൻസിനെ കട്ട് ചെയ്ത് കളയാം. ബാക്കി റിമൈനിങ് പോർഷൻസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അതിനായിട്ട് ഞാനൊരു സിസർ യൂസ് ചെയ്യുകയാണ്. സിസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മളൊരു പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ട് ബോർഡർ ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഇതുപോലെ 2 സൈഡ്സിൽ നമ്മൾ ബോർഡർ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ കുറേ സ്റ്റാൻഡിങ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. കണ്ടോ? ഈ കാണിച്ചിരിക്കുന്ന പോലെ കുറേ സ്റ്റാൻഡിങ് ലൈൻസ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഫുള്ള് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് വരച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുപോലെ ഫുള്ള് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഒരു സിസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്റ്റാൻഡിങ് ലൈനിൻ്റെ മേലിൽ കൂടെ നമ്മളത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കട്ട് ചെയ്ത് മാറ്റണ്ട. നമ്മൾ മേളിൽ ബോർഡർ ലൈൻ വരച്ചിട്ടില്ലേ, അപ്പോൾ ആ ബോർഡർ ലൈൻ്റെ അവിടെ വരെ കട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ചിലപ്പോൾ അത് മുറിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ബോർഡർ ലൈൻ വരുമ്പം നിർത്തണം. ഓക്കെ, അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ സ്റ്റാൻഡിങ് ലൈനിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനി ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇച്ചിരി ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പാടാന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കല്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ തിരിക്കണം. തിരിച്ചിട്ട് ഇതിനെ നിവർത്തി വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തിരിച്ചിട്ട് നിവർത്തി വെക്കുക ഇതിനെ. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യണം. മുറിഞ്ഞൊന്നും പോകരുത്. ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാവരും. ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും 2 സ്റ്റാൻഡിങ് ലൈനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ 2 സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അറ്റത്ത് ഗ്ലൂ ഒട്ടിച്ചിട്ട് അത് നടുക്കോട്ട് സ്റ്റിക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു ഗ്ലൂ എടുത്തു. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് പോർഷനിലുള്ളതും റൈറ്റ് പോർഷനിലുള്ള സ്റ്റാൻഡിങ് ലൈനായിട്ട് കിടക്കുന്നതും കൂടെ ഞാൻ എന്തോ ചെയ്യും? സ്റ്റിക്ക് ചെയ്യും. ലെഫ്റ്റ് പോർഷൻ്റെ അറ്റത്ത് കൊണ്ട് ഗ്ലൂ ഒട്ടിക്കും, റൈറ്റ് പോർഷനിലും കൊണ്ട് ഗ്ലൂ ഒട്ടിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ എന്തോ ചെയ്യും? നടുക്കോട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇതുപോലെ. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്യണം? ഗ്ലൂ തേച്ച് കൊടുത്തു. ഇനി നമ്മളത് നടുക്കോട്ട് കൊണ്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഞാനിത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത ഫുൾ ലൈൻസും ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കരുത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ വിട്ട് നമുക്ക് കിട്ടണം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ഫുൾ ഒട്ടിക്കുക. പിന്നെ മേളിൽ നമ്മൾ ടോപ്പിൽ നമ്മളൊരു സ്റ്റാർ വെച്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഫുള്ള് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ആയില്ലേ. ഇനി മേളിൽ ഒരു പോർഷൻ, ഒരു സ്ക്വയർ പോർഷൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള പല പേപ്പർ ക്രാഫ്റ്റുകളും എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.